ഹായ് ഗേസ്, അപ്പോൾ ദാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വരികയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വാട്ടർഫാൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എന്ന് വിചാരിച്ചു. അതായത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കോടച്ചോല വാട്ടർഫാൾസ് എന്നാണ് ഈ വാട്ടർഫാൾസിൻ്റെ പേര്. മഴക്കാലങ്ങളിൽ കൂടുതൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പോൾ ചെറുതായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കമ്മിയാണ്. പക്ഷേ ഈ സ്ഥലത്തിനെ നമുക്കൊന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി അയച്ചു വന്നതാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് എല്ലാവരും എന്ത് ചെയ്യുക, രേഖപ്പെടുത്തട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വാട്ടർഫാൾസിൻ്റെ എത്തി. ഈ വാട്ടർഫാൾസിൽ മഴക്കാലങ്ങളിൽ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കമ്മിയാണ്. ഞാൻ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് വന്നാട്ടോ. അപ്പം വന്ന് നോക്കുമ്പോൾ ചെറിയ വെള്ളം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ താഴെ അയൽവാസി തന്നെയാണ്. കുറേ ആളുകളൊക്കെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം സേഫായ സ്ഥലം തന്നെയാണ് കേട്ടോ. വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് സ്ലിപ്പാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വരുന്നവരൊക്കെ നല്ല രീതിയിൽ വന്ന് കണ്ടിട്ട് മടങ്ങുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന ആളുകൾ വേസ്റ്റും കാര്യങ്ങളൊന്നും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനത്തെ കൊണ്ടുവരുന്നവർ തിരിച്ചു പോകാം കേട്ടോ. ഇവിടെ തിരിച്ചു കൊണ്ടുപോവുക. ആരും ഇവിടെ നിന്ന് നിക്ഷേപിക്കരുത്. കാരണം നമ്മളാണ് പ്രകൃതിനെ കാക്കേണ്ട ആളുകൾ. പിന്നെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മഴക്കാലത്ത് എന്ത് ചെയ്യുക, ഈ ഒരു വാട്ടർഫാൾസ് എല്ലാവരും ചൂസ് ചെയ്യുക കേട്ടോ എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. അപ്പം വരുന്നവരൊക്കെ എന്ത് ചെയ്യുക, നല്ലവണ്ണം ശ്രദ്ധിക്കുക.
നാളത്തെ നമ്മൾ കണ്ട കാക്ക ഇവിടെ താഴ്വശത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കോടഞ്ചോല വാട്ടർഫാൾസ് തന്നെയാണ് ഇതിനെ അറിയപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ വരുന്നൊക്കെ ഒരു ഏരിയ ആണ്. അതായത് മഴക്കാലങ്ങളിൽ കുറേ ആളുകൾ വന്നിട്ട് നല്ല ആസ്വദിച്ചിട്ട് പോകുന്നൊരു വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വന്നിട്ട് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ വേസ്റ്റോ അതായത് ഫുഡോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കവറും കാര്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുക. കാരണം ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറുകളോ അതുപോലെ തന്നെ ഒരു മാലിന്യങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് കൊണ്ടുവരുന്ന ആളുകൾ എന്ത് ചെയ്യുക, തിരിച്ച് കൊണ്ടുപോകട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസൊക്കെ വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോടൂരിന് 2 കിലോമീറ്റർ ഉള്ളൂ മാക്സിമം പോകുന്ന കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫാൾസൊക്കെ എത്താം. വണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീടിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ വണ്ടി എൻ്റെ വണ്ടി കണ്ടോ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പാർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡ് കൂടെ ഇങ്ങനെ നമുക്ക് ഈ വാട്ടർഫാൾസ് കയറി വരട്ടോ. വണ്ടി വരാൻ പറ്റിയൊരു വാട്ടർഫാൾസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ആസ്വദിച്ചിട്ട് പോവുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ബാക്ക് സൈഡ് കാണുന്നുണ്ടാവും വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതാ നേരെ താഴത്താണ്, നേരത്തെ പറഞ്ഞ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാട്ടത്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഈ ഒരു സ്ഥലത്തിലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. എല്ലാവരും വരിക, വന്നിട്ട് ആസ്വദിക്കുക.